ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ്. ആദ്യം അടുപ്പിച്ചിട്ട് അടുപ്പി വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ചെടുക്കാം. എണ്ണ തിളച്ച് വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വരുമ്പോൾ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും പിന്നെ പൊട്ടുകടല ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. എന്നിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഉള്ളി ചുവപ്പ് കളർ ആവുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം. ഉള്ളിയെല്ലാം ഒരുവിധം ചുവപ്പ് കളറായതിനു ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞങ്ങളിവിടെ 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര വെള്ളം ഒഴിക്കാം. അതിനുശേഷം ഇത്തിരി കളറിനായി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് തിളച്ച് വരും വരെ വെക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് സേമിയ ഇട്ട് കൊടുക്കാം. ഞങ്ങളിവിടെ റവ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ റവ ചേർക്കാം. റവ ചേർത്താൽ നല്ല രുചിയായിരിക്കും. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. ഞങ്ങളിവിടെ റവ കുറച്ചായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി കുറച്ച് നേരം തിളക്കാനായി അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇനി കുറച്ച് നേരവും കൂടി ചൂടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുമാവിലെ വെള്ളമെല്ലാം വറ്റി ഉപ്പുമാവ് തയ്യാറായി. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.